കിഫ്ബി ചെയ്യുന്ന സ്കെയിലിന് അപ്പുറത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കേരളത്തിൽ ഉണ്ടാക്കിയാൽ മാത്രമേ തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റൂ. സിറ്റീസിലുള്ള ഒരു കോൺസെൻട്രേഷൻ ആണ് ഡീസെൻട്രലൈസേഷൻ ഫ്രെയിംവർക്കിന് ഇനി വേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് സിറ്റി ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് അത് മാറ്റുക. ചൈനയിലെ 60% ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ആണ്, ലോക്കൽ ഗവൺമെന്റ് ആണ്. ഇന്ത്യയിൽ അത് 10% താഴെയാണ്. ചൈനയിലെ ഒരു മുനിസിപ്പൽ ഗവൺമെന്റ് ആണ് ഈ പ്രൈവറ്റ് കമ്പനിക്ക് പൈസ കടം കൊടുത്തത്. ആ പൈസ വെച്ചിട്ടാണ് അവിടുത്തെ ഒരു പ്രൈവറ്റ് കമ്പനി വോൾവോ ആ പ്രൈവറ്റ് കമ്പനിയെ അക്വയർ ചെയ്തത്. തിരുവനന്തപുരം, വിഴിഞ്ഞം, കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചി, ഇതൊക്കെ കോർ ഏരിയാസ് ആണ്. അവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് അഗ്ലോമറേറ്റ് ചെയ്യുക. സ്കിൽഡ് ആയിട്ടുള്ള നഴ്സസ് കേരളത്തിലുണ്ട്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതൊരു വേറൊരു എക്സ്പോർട്ട് സാധ്യതയാണ്. കേരളം ഫേസ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ക്രഞ്ച്, അത് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഉള്ള ഡെവലപ്മെന്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ വികസന മാതൃക ഇനി പിന്തുടരണം എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതില് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു ഫൈനാൻഷ്യൽ ക്രഞ്ച് നേരിടുന്ന ഒരു സമയത്ത് ഗവൺമെന്റ്, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ പലതും ഉണ്ട്. വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ അതിൽ ഗവൺമെന്റിന് ഇപ്പൊ അത് വെട്ടിക്കുറക്കാൻ പറ്റില്ല. കേരളം പോലുള്ള ഒരു സൊസൈറ്റിയിൽ വെൽഫെയർ റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ പെട്ടെന്ന് കുറക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ആ എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ട് വരികയാണ്. അതിനുള്ള കാരണങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടത് അത്യാവശ്യവുമാണ്. പ്രത്യേകിച്ചും എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ പെർട്ടിക്കുലർലി സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും കേരളത്തിൽ വളരെ കുറവാണ്. അത് കൂട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് എംപ്ലോയ്മെന്റ്, ക്വാളിറ്റി എംപ്ലോയ്മെന്റ് ഫോർ യൂത്ത്, പിന്നെ വുമൺ, ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യുകയും വേണം. ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന് ഒരു പ്രധാന റോളുണ്ട്. പ്രൈവറ്റ് സെക്ടറാണ് പ്രധാനമായിട്ട് ഈ ജോലികൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് മുന്നിട്ടിറക്കണം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായെങ്കിൽ മാത്രമേ പ്രൈവറ്റ് സെക്ടർ അത് ഇറങ്ങുള്ളൂ. ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യത്തിന് മുതൽ മുടക്കുകയുള്ളൂ. കാരണം പ്രൈവറ്റ് സെക്ടർ നോക്കുന്നത് എപ്പോഴും അവരുടെ ലാഭമാണ്. അവരുടെ ലാഭം അവർക്ക് ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ നിർമ്മിക്കണം. അത് പ്രൈവറ്റ് സെക്ടർ ഉണ്ടാക്കില്ല. പ്രൈവറ്റ് സെക്ടറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പ്രൈവറ്റ് സെക്ടർ ഒരിക്കലും പുറപ്പെടില്ല. കാരണം അതിൽ നിന്ന് അവർക്ക് ലാഭം കിട്ടില്ല. അപ്പൊ അത് ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. പക്ഷെ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് അത് ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലല്ല ഇപ്പോഴുള്ളത്, ഈ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ കുറക്കാനും പറ്റില്ല, ഈ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുകയും വേണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും വേണം. അപ്പോൾ ഇതൊരു ട്രിലേമ എന്നുള്ള ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്യണം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോള് ഇറ്റ് ഈസ് ദെയർ. ലൈക്ക് കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. കിഫ്ബി അവരുടേതായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിൽ കാര്യങ്ങൾ ചെയ്യാം, അതിലെന്തെങ്കിലും റിഫോംസോ മറ്റത് ചെയ്യാം. പക്ഷെ അതിനപ്പുറത്ത് ആ ഒരു സ്കെയിൽ പോരാ. കിഫ്ബി ചെയ്യുന്ന സ്കെയിലിന് അപ്പുറത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കേരളത്തിൽ ഉണ്ടാക്കിയാൽ മാത്രമേ തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഗവൺമെന്റ് തന്നെ ഡയറക്റ്റ് ആയിട്ട് തൊഴിലവസരങ്ങൾ നിർമ്മിക്കാനല്ല ഞാൻ പറയുന്നത്. അത് പ്രൈവറ്റ് സെക്ടറിനെ നമ്മൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റണം പല മേഖലകളിലും. അതിന് ചെയ്യണമെങ്കിൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യണം. അത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിലൂടെ മാത്രമേ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റൂ. അപ്പൊ എന്താണ് ഈ ഡീസെൻട്രലൈസ്ഡ് ഫ്രെയിംവർക്ക്? നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഡീസെൻട്രലൈസേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഡീസെൻട്രലൈസേഷൻ പിന്നെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷെ ആ ഒരു തരത്തിലുള്ള ഡീസെൻട്രലൈസേഷൻ അല്ല ഇപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ അത്യാവശ്യമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതല്ലെങ്കിൽ റൂറൽ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഈ ഒരു ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ സർവീസ് ഡെലിവറി പ്രൊവൈഡ് ചെയ്യുക റൂറൽ ഏരിയാസിലും വില്ലേജസിലും പഞ്ചായത്തുകളിലൊക്കെ.
ആ ഒരു ഉദ്ദേശത്തിലാണ് നേരത്തെയുള്ള പീപ്പിൾസ് പ്ലാനിങ് അതുപോലുള്ള ഡീസെൻട്രലൈസേഷൻ ഇനീഷ്യേറ്റീവ്, കുടുംബശ്രീ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു സാഹചര്യം ഇന്ന് മാറിയിരിക്കുകയാണ്. ഇന്ന് അതുപോലുള്ള അതിദാരിദ്ര്യം എന്നുള്ള ഒരു സംഭവം വളരെയേറെ കുറഞ്ഞിരിക്കുകയാണ്. വില്ലേജുകളിലും പഞ്ചായത്തുകളിലും ഒക്കെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്, മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാന പ്രശ്നം സിറ്റീസാണ്. സിറ്റീസിലുള്ള ഒരു കോൺസെൻട്രേഷനാണ് ഡീസെൻട്രലൈസേഷൻ ഫ്രെയിംവർക്കിന് ഇനി വേണ്ടത്. കാരണം എന്ത് പറഞ്ഞാൽ സിറ്റീസിലാണ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഫേംസ് എപ്പോഴും വരുന്നത് കമ്പനീസും ഇൻവെസ്റ്റ്മെന്റുകളും, അതായത് ഹൈ പ്രൊഡക്റ്റീവ് ഹൈ ക്വാളിറ്റി ജോബ്സും ബെറ്റർ പേയ്മെന്റ് വേജ് കൊടുക്കുന്ന എംപ്ലോയ്മെന്റും ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത് സിറ്റീസിലാണ്. ലോകത്തിൽ എല്ലായിടത്തും നോക്കിയാൽ അതാണ് നടക്കുന്ന ഒരു സമ്പ്രദായം. അപ്പൊ അങ്ങനെ നടക്കണമെങ്കിൽ നമ്മുടെ സിറ്റീസ് ലിവബിൾ സിറ്റീസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാറണം. അപ്പൊ ഡീസെൻട്രലൈസേഷന്റെ അടുത്ത നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ ഏരിയാസ് നിന്ന് മാറിയിട്ട് സിറ്റി ഫോക്കസ്ഡ്, കേരളത്തിലെ സിറ്റീസിനെ എങ്ങനെ ഗ്രോത്ത് ഹബ്സ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ അത് പല കാര്യങ്ങളും നമ്മളുടെ ഈ പ്രശ്നങ്ങളെ പരിഹാരം ചെയ്യാൻ പറ്റും. ഒന്ന് പറഞ്ഞാൽ ഫൈനാൻസിങ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് സിറ്റി ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് അത് മാറ്റുക. രണ്ടാമത്, അങ്ങനെ ചെയ്യുമ്പോൾ സിറ്റീസിൽ ലിവബിൾ സിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അത് മാറുകയാകുമ്പോൾ അവിടത്തേക്ക് കമ്പനികൾ വരും, അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടക്കും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതിലൂടെ തൊഴിലില്ലായ്മ എന്നുള്ള ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും. ആ ഒരു സാഹചര്യമാണ് പറയുന്നത്. അത് ഇനി എങ്ങനെ അത് സാധിക്കാൻ പറ്റും? അത് സാധിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ പല മോഡലുകളുണ്ട്. മറ്റുള്ള പുറം രാജ്യത്തു നിന്നുള്ള നല്ല മോഡലുകൾ നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ചൈനയിലെ ഒരു മോഡലാണെന്ന് പറഞ്ഞാൽ, ചൈനയിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ 60% ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ആണ്, ലോക്കൽ ഗവൺമെന്റ് ആണ്. 60%. ഇന്ത്യയിൽ അത് 10% താഴെയാണ്. അപ്പോൾ അവിടെ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് അവരുടെ പ്രൊവിൻഷ്യൽ ഏരിയയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഫോക്കസ്. സർവീസ് ഡെലിവറിയും മറ്റൊക്കെ ഉണ്ട്, പക്ഷേ അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ കരിയർ പ്രൊമോഷൻ അല്ലെങ്കിൽ ലോക്കൽ പൊളിറ്റിക്കൽ ലീഡറിന്റെ പ്രൊമോഷൻ ഇൻ പൊളിറ്റിക്കൽ ഏരിയയില് അല്ലെങ്കിൽ ഒഫീഷ്യൽസിന്റെ പ്രൊമോഷൻ ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ഏരിയയിലേക്ക്, അവരുടെ സിറ്റിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രൊവിൻസിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റും എന്നതിന്റെ ആസ്പദം വെച്ചിട്ടാണ്. അപ്പൊ ഇൻസെന്റീവ് അലൈൻഡ് ആണ്. അപ്പോൾ നന്നായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്ന സിറ്റിയില് അല്ലെങ്കിൽ പ്രൊവിൻസില് ഒഫീഷ്യൽസിന് കരിയറിൽ ഫാസ്റ്ററായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള ഒരു ഇൻസെന്റീവ് സ്ട്രക്ചർ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സിറ്റി ഗവൺമെന്റിന് ഇതിന് പ്രത്യേകിച്ച് ഒരു ഇൻസെന്റീവ് ഒന്നും ഇല്ല. കാരണം അവർക്ക് ടാക്സേഷൻ പവർ കുറവാണ്, ഓട്ടോണമി കുറവാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഒരു ഇൻസെന്റീവ് സ്ട്രക്ചർ നമ്മളെ ലോക്കൽ ഗവൺമെന്റിന്, അർബൻ ലോക്കൽ ബോഡീസിന് ഇല്ല. അവർക്ക് അതിനുള്ള ഫൈനാൻസും ഇല്ല. ഞാനൊരു പ്രത്യേകിച്ച് ഒരു ഉദാഹരണം, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചൈനയിലെ ഒരു പ്രൈവറ്റ് കമ്പനി വോൾവോ എന്ന ഒരു ബസ് കമ്പനീനെ അക്വയർ ചെയ്തു. പ്രൈവറ്റ് കമ്പനിയാണ് അക്വയർ ചെയ്തത്. അതിന് വേണ്ടുന്ന പൈസ കൊടുത്തൊരു മുനിസിപ്പൽ ഗവൺമെന്റ് ആണ്. ചൈനയിലെ ഒരു മുനിസിപ്പൽ ഗവൺമെന്റ് ആണ് ഈ പ്രൈവറ്റ് കമ്പനിക്ക് പൈസ കടം കൊടുത്തത്. ആ പൈസ വെച്ചിട്ടാണ് അവിടുത്തെ ഒരു പ്രൈവറ്റ് കമ്പനി വോൾവോ ആ പ്രൈവറ്റ് കമ്പനിയെ അക്വയർ ചെയ്തത്. അത്രത്തോളം റിച്ചാണ് അവിടുത്തെ അർബൻ ലോക്കൽ ബോഡീസ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു വികസന മാതൃകയിലേക്ക് നമ്മൾക്ക് മാറുക എന്നുള്ളതാണ് ഒരു സജഷൻ. വേറൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലുള്ള നമ്മുടെ വികസന മേഖലകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൈഗ്രേഷൻ, റെമിറ്റൻസ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി, അതല്ലെങ്കിൽ ടൂറിസം, പിന്നെ പ്ലാന്റേഷൻ സെക്ടർ, മറൈൻ പ്രൊഡക്ട്സ്, ഇതെല്ലാം നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എക്സ്റ്റേണൽ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളാണ്. കേരളത്തിൻ്റെ എല്ലാ ഗ്രോത്ത് മേഖലകളും മൈഗ്രേഷൻ, മറൈൻ പ്രൊഡക്ട്സ്, ടൂറിസം,
പിന്നെ AI, ഇപ്പോൾ നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി, ഇതെല്ലാം എക്സ്റ്റേണൽ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളാണ്. അപ്പോൾ ആ മേഖലകളിൽ കേരളത്തിന് ഒരുപാട് അവസരങ്ങളുണ്ട്. കാരണം നമ്മൾ പരമ്പരാഗതമായി ആ മേഖലകളിലെ അവസരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേറ്റ് ആണ്. നമ്മൾക്ക് അതറിയാം, സ്പൈസസ് ട്രേഡ് മുതൽ ഇന്നത്തെ മൈഗ്രേഷൻ റെമിറ്റൻസ് വരെ. അപ്പോൾ ആ മേഖലയിലുള്ള സാധ്യതകൾ ഒരുപാട് നമുക്ക് ഇന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നതിലൂടെ അത് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടിയിരിക്കുകയാണ്. പക്ഷെ അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ചില പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റുകൾ ഇതിൽ നടത്തണം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് പോലെ സിറ്റീസ് ആസ് ഗ്രോത്ത് ഹബ്സ് എന്നുള്ള ഒരു സ്ട്രാറ്റജി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുമാണ്. അപ്പോൾ അടുത്തുള്ള സിറ്റീസിനുള്ള പിന്നെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിലൂടെ ഈ എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് കൂടി നമ്മൾക്ക് അതിലൂടെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അതിന് വേണ്ടുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലൊരു കോർ പെരിഫറി എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റൽ സിറ്റീസ് ആണ്. അതായത് തിരുവനന്തപുരം, വിഴിഞ്ഞം, കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചി, ഇതൊക്കെ കോർ ഏരിയാസ് ആണ്. അവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് അഗ്ലോമറേറ്റ് ചെയ്യുക. ഫേംസ് വന്നിട്ട് അവിടെ അഗ്ലോമറേറ്റ് ചെയ്തിട്ട് അവിടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യും. പക്ഷേ ഹിൻഡർലാൻഡുമായിട്ടുള്ള കണക്ഷൻസ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഹിൻഡർലാൻഡ് ക്യാൻ പ്രൊവൈഡ് സപ്ലൈ ചെയിൻസ്. ഈ കോറിന്റെ ഡെവലപ്മെന്റിന്റെ എക്സ്പാൻഷൻ നടത്തുമ്പോൾ അതിനുള്ള സപ്ലൈ ചെയിൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഹിൻഡർലാൻഡിലുള്ള റിസോഴ്സസും ഹിൻഡർലാൻഡിലുള്ള പിന്നെ ആൾക്കാരും ഒക്കെ പറ്റും. അപ്പോൾ ആ ഒരു കണക്ടിവിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോറും ഹിൻഡർലാൻഡുമായിട്ടുള്ള കണക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്രോത്തിന്. അല്ലെങ്കിൽ അത് ഒതുങ്ങി നിൽക്കും. ആ ഒരു സിറ്റിയിൽ മാത്രം ഒരു ട്രാൻസ്ഷിപ്മെന്റ് എന്നുള്ള ഒരു മേഖലയായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കും. അതിന് അപ്പുറത്ത് കേരളത്തിൽ മുഴുവൻ ഒരു ലിങ്കേജസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു എക്സ്പോർട്ട് ലെഡ് എക്സ്പാൻഷനാണ് വേണ്ടുന്നത്. ഈ എക്സ്പോർട്ട് ലെഡ് എന്ന് പറയുമ്പോൾ ഇതിൽ സർവീസ് മേഖലകളിലും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ കെയർ എക്കോണമിയിലാണെങ്കിൽ പിന്നെ അഡ്വാൻസ് കൺട്രീസിലൊക്കെ ആവറേജ് ഏജ് വളരെ കൂടിയിരിക്കുകയാണ്. 50 വയസ്സാണ് മീഡിയൻ ഏജ് ജപ്പാനിൽ. അതുപോലെ യൂറോപ്യൻ യൂണിയനിൽ 50ന്റെ അടുത്താണ് ആവറേജ് ഏജ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ അഡ്വാൻസ് കൺട്രീസിലൊക്കെ ആവറേജ് ഏജ് വളരെ കൂടിയിരിക്കുന്ന ഒരു സമയത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇവിടെ നമ്മൾക്ക് നഴ്സിംഗ് നമ്മുടെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ആണ്. സ്കിൽഡ് ആയിട്ടുള്ള നഴ്സസ് കേരളത്തിലുണ്ട്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതൊരു വേറൊരു എക്സ്പോർട്ട് സാധ്യതയാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു വേറൊരു റെമിറ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന മറ്റൊരു വലിയ എക്സ്പോർട്ട് സാധ്യതയാണ്. കേരളത്തിൽ തന്നെ ആവറേജ് ഏജ് കൂടുതലാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ഡിമാൻഡും ഉണ്ട്, എക്സ്പോർട്ട് ഡിമാൻഡും അതിലുണ്ട്. ഇപ്പൊ ഇത്രയൊക്കെ ആണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊരു ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, പിന്നെ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ ഒരു പ്രധാന ഫാക്ടർ മാർക്കറ്റ്. അപ്പോൾ ഈ ഫാക്ടർ മാർക്കറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യണം. ഫാക്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ക്യാപിറ്റൽ എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. മുനിസിപ്പൽ ബോണ്ട് ഇതുപോലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ട് ക്യാപിറ്റൽ ബ്രിങ് ചെയ്യുക. ലേബർ നമുക്കുണ്ട്, ഓൾറെഡി സ്കിൽഡ് ലേബർ ഉണ്ട്. പക്ഷേ ലാൻഡിന്റെ യൂട്ടിലൈസേഷൻ കൺസ്ട്രെയിൻഡ് ആണ്. അതായത് കേരളത്തിലെ ഇന്നത്തെ ലാൻഡ് ലോസ് ഇതുപോലുള്ള അതുകൊണ്ടാണ് അഗ്രികൾച്ചറൽ പലപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ലാൻഡ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി ഇന്ന് കേരളത്തിലുണ്ട്. പല അഗ്രികൾച്ചറൽ ലാൻഡും ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യാതെ അതിന്റെ പ്രൊഡക്ടിവിറ്റി ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ലാൻഡ് എങ്ങനെ നമ്മൾ ഇതുപോലുള്ള ആക്ടിവിറ്റീസിന്, സിറ്റിയുടെ എക്സ്പാൻഷനും അതുപോലെ പോർട്ട് ലെഡ് അല്ല എക്സ്പോർട്ട് ലെഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനും ലാൻഡിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുകയും അതിന് യോജിക്കുന്ന തരത്തിലുള്ള നിയമത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.